ഇവിടെയുള്ള സംഘമിത്രങ്ങളെല്ലാവരും വിചാരിക്കുന്നത് നമ്മുടെ നാട്ടിൽ തൊഴിലെടുക്കുന്ന ബംഗാളികളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ മലയാളികളല്ലാത്ത ആളുകളെല്ലാം ബംഗ്ലാദേശികളാണ്, റോഹിംഗ്യകളാണ് എന്ന് വിചാരിക്കുന്നു. അങ്ങനത്തെ ഒരു സന്ദേശം നിരന്തരമായിട്ട് പോകുന്നുണ്ട്. ആ സന്ദേശം ഇവർ വെറുതെ സംഭവിക്കുന്നതല്ല. നമ്മുടെ മുൻ പോലീസ് മേധാവിയായിട്ടുള്ള TP സെൻകുമാർ എന്ന് പറയുന്ന മാന്യൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഡസനോളം വീഡിയോസ് ഉണ്ടാവും. അതിൽ ഇത് ബംഗ്ലാദേശികൾ ഇവിടെ വന്നിട്ട് ജനസംഖ്യാ ഘടനയിൽ പോലും മാറ്റം വരുത്തുന്നു എന്ന് പറയുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഉത്തരവാദപ്പെട്ട കേരളത്തിലെ ലോ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഈ ഒരു സംഗതിയാണ് നാട്ടുകാരിലേക്ക് കൊടുക്കുന്നത്. ഈവൻ ഞാൻ അങ്ങനത്തെ സുഗതകുമാരി ടീച്ചർ പോലും ഇതെന്തോ ഒരു കുഴപ്പം പിടിച്ച സംഗതിയാണ് എന്ന നിലയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്നാമത് ഇവർ എന്താണ് നമ്മൾ പറയുക, അന്യസംസ്ഥാന തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നത് എന്തോ ഒരു പ്രശ്നമാണ് എന്ന ജനറലായിട്ടുള്ളൊരു ധാരണ. അതിൻ്റെ കൂടെ ഇവരൊക്കെ ബംഗ്ലാദേശികളോ റോഹിംഗ്യകളാണോ ആണ് എന്ന് നിരന്തരമായിട്ട് വന്നുള്ള പ്രചാരണം. അപ്പം ഈ പാവത്ത് ഇടിച്ച സംഘമിത്രത്തെ സംബന്ധിച്ചിടത്തോളം അയാളൊരു രാജ്യസ്നേഹപരമായ പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരുന്നു. അവരെ ബംഗ്ലാദേശിൽ നുഴഞ്ഞുകയറ്റക്കാരനെ കിട്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രിയും രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി പോലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ചാണ്, ബംഗ്ലാദേശികളെ കുറിച്ചാണ്. അപ്പോൾ ഇടിക്കുക തന്നെ, അവനെ തീർക്കുക എന്നുള്ളതാണ്. ആ ഒരു വിജംഭൃത ദേശസ്നേഹമാണ് അവിടെ വർക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഈ മനുഷ്യനെ കൊല്ലുന്നു. ഇപ്പോൾ അതിനെതിരെ അയാൾ ബംഗ്ലാദേശി അല്ല എന്ന് മനസ്സിലാവുന്നു, പിന്നെ ഛത്തീസ്ഗഡുകാരനാണെന്ന് മനസ്സിലാവുന്നു. നമ്മുടെ മിത്രങ്ങൾ തന്നെ ഭരിക്കുന്ന സംസ്ഥാനമാണ്. അപ്പം ഈ ഹിന്ദു ഐക്യവേദിയുടെ നേതാക്കന്മാർ വരെ പ്രസ്താവനയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇദ്ദേഹം ബംഗ്ലാദേശ് വിട്ടേക്ക് ബംഗാളി, ഛത്തീസ്ഗഡല്ല, ബംഗാളിയാണെന്ന് വിചാരിക്കുക, കൊല്ലപ്പെട്ട ആൾ ബംഗാളിയാണെന്ന് വിചാരിക്കുക, ഈ അപലപനം വരുമായിരുന്നു? അയാൾ ബംഗാളിയാവില്ല, അത് ബംഗാളിയോ അസമിയോ ആണെന്ന് വിചാരിച്ചോട്ടെ, അയാൾ ആധാർ കാർഡ് വ്യാജമായി ഉണ്ടാക്കിയ ബംഗ്ലാദേശി ആയിരിക്കും എന്ന് തീർപ്പിലെത്തും. അപ്പോൾ ഇദ്ദേഹം അറിയാതെ കൊല്ലപ്പെട്ടതല്ല, ഒരു ഛത്തീസ്ഗഡുകാരനല്ല കൊല്ലപ്പെട്ടിരിക്കുന്നത്, ഒരു ബംഗാളിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. അയാൾ ബംഗ്ലാദേശിയാണ് എന്ന ധാരണയിലാണ് അദ്ദേഹത്തെ കൊല്ലുന്നത്.